ക്യാരക്ടർ കൊടുത്താണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് അവനെ വിളിച്ചെടുത്തിട്ട്. കാരണം ഒരേ കോസ്റ്റ്യൂം കറക്റ്റ് തെറ്റ് തയ്ച്ചിട്ടുണ്ട് സൈഡില്. അതേ കണ്ട് പിന്നെ നമുക്ക് കാണാതിരിക്കും. ഇതാണ് ഞാൻ ചോദിച്ചത്, വേണോ ഇത്രയും വേണോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞ് ഇല്ല, അത് എന്റെ കാഴ്ചപ്പാടിലെ കള്ളൻ അങ്ങനെയാണ്. പിന്നെ പടം കണ്ടവർക്ക് അറിയാം പുണ്യാളൻ ആണോ എന്നും കൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു പോയിന്റ് വരെ കൊണ്ടുപോകുന്നുണ്ട് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ കൂടി ഒന്ന് ചെറിയ കുറച്ച് ഓവറാക്കി, അല്ല ചലാക്കാനല്ല ഓവറാക്കാന്നുള്ള രീതിയിൽ കുറച്ച് പിടിച്ചായിരിക്കും. ഇല്ല, പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് സാംജി ബ്രോ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ച് അതിന് ക്ലിയർ പിക്ചർ കൊടുത്തിട്ടുണ്ടായി ക്യാരക്ടറിനെ പറ്റി. ഇപ്പൊ കൂടുതലായിട്ട് എനിക്കൊന്നും അങ്ങനെ ഇൻപുട്ട് ചെയ്യാനും കാര്യങ്ങളില്ല. ടൈലന്റ് മാത്രം ഞാൻ ഒന്ന് സംസാരിച്ച് ഇങ്ങനെ വെച്ചാൽ പറ്റാതിരിക്കുന്നു മാത്രം പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ രീതിക്കൊന്നും ഇന്റർഫിയർ ചെയ്തിട്ടില്ല. എടാ വേറെ ആൾക്കാരുണ്ടോ തൊണ്ട പറ്റി. പടം കണ്ടു കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഫസ്റ്റ് റെസ്പോൺസ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തു, അല്ലെങ്കിൽ സ്ഥിരം കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു കഥാപാത്രം കണ്ടു എന്ന രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പം ഈ സിനിമകളെ പറ്റി, വരുന്ന സ്ക്രിപ്റ്റുകളെ പറ്റി അല്ലെങ്കിൽ അശോകനുമായിട്ട് സംസാരിക്കാറുണ്ടോ, അല്ലെങ്കിൽ പടം ഇറങ്ങി കഴിഞ്ഞിട്ടാണോ സംസാരിക്കാറ്? എന്താ അച്ഛൻ ശരിക്കും കീറി മുറിച്ച് വർത്താനം പറയുന്ന ഒരാളാണ് ഒരു ക്യാരക്ടറിനെ പറ്റിയും അല്ലെങ്കിൽ സിനിമയെ പറ്റി. അപ്പൊ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു പരിപാടി അവിടെ നിന്ന് ആദ്യമേ കിട്ടും. വിളിച്ചു കഴിഞ്ഞാൽ മോശമാണെങ്കിൽ മോശമാണെന്നും എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു. ചേച്ചി അച്ഛനാണ് പ്രോപ്പറായിട്ട് ഈ കാര്യം പിടിക്കുന്നത്. അപ്പോൾ പടത്തിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യാറില്ല. കേട്ട് എനിക്കത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാനത് കേട്ട് കഴിയുമ്പോൾ ആ സന്തോഷത്തിന് പോയി കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ പൊളിക്ക് ആ ഒരു മൂഡാണ്. എൻ്റെ കൂടെ തന്നെ മറ്റേ ബോക്സിങ്ങിന് റെഡി ആയിട്ടിരിക്കുന്ന ഒരാളെ പോലെ അച്ഛൻ എപ്പോഴും എനിക്കൊരു നല്ല പടം വന്നു കഴിയുമ്പോൾ. ഈ പടം ഇറങ്ങിയപ്പോൾ അച്ഛൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതും നല്ല ഹാപ്പി ആയിട്ട് എടുത്ത് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. നീ കുറച്ച് ഓവറായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഓവറാ ക്യാരക്ടർ വേണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു. പിന്നെ എല്ലാ ക്യാരക്ടറും ഒരേപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ, കഥാപാത്രങ്ങൾ ആ രീതിക്ക് തന്നെ പോകണം. അച്ഛനെ ഹാപ്പിയായി, അച്ഛൻ ഹാപ്പിയായി, ഞാൻ ഹാപ്പിയായി. സിനിമ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തുടങ്ങി നമുക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടൊരു പാർട്ട് അതായിരുന്നു. കാര്യം ആദ്യത്തെ ഒരു പോർഷനിൽ ഫസ്റ്റ് ഹാഫിലെ ഒരു മേജർ പോർഷൻ ഞാനും അനുവും മാത്രമേ ഉള്ളൂ. അതൊരു മുറിയിലും വേറെ പുറമേയുള്ള സ്ഥലമാണെങ്കിലും ഒരു സ്ഥലവും കാണിച്ച ആൾക്കാരെ പറ്റിക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടി മുറിയിൽ എന്ത് കാണിക്കുന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്ക്രിപ്റ്റിൻ്റെ പരമായിട്ടുള്ള ഗുണങ്ങൾ കൊണ്ടും പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിനിമോട്ടോഗ്രാഫർ ഒരു അത്യുഗ്രൻ കക്ഷിയായിരുന്നു രണദീപ്, കൂടാതെ നമ്മുടെ ആർട്ട് ഡയറക്ടർ, ഡയറക്ഷൻ ടീം. അപ്പോൾ ഇവരുടെ എല്ലാവരുടെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ആണ് നമുക്ക് ആ ഒരു ലാഗ് അങ്ങനെ ഫീൽ ചെയ്യാതെ ഈ പരിപാടി രസമായിട്ട് പോകാൻ പറ്റിയത്. അത് ഓൾ ക്രെഡിറ്റ്സ് ടു ദം.